താമരശ്ശേരി ചുരം. നമ്മുടെ താമരശ്ശേരി ചുരം എന്നേ കേട്ടിട്ടുണ്ടോ ഡയലോഗ്? വെള്ളാനകളുടെതാണ് സിനിമയിലെ കുതിരവട്ടം പപ്പു പറയുന്നൊരു ഡയലോഗാണ്. ഞാൻ എന്തിനാ ഇത് ആരോടാ പറയുന്നതല്ലേ? ഈ ഡയലോഗ് അറിയാതെ ഏതെങ്കിലും മലയാളി ഉണ്ടോ? കണ്ടോ? അങ്ങനെ ഈ താമരശ്ശേരി ചുരമാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അടിവാരത്തുനിന്ന് തുടങ്ങി ഒരു 10-12 കിലോമീറ്ററുണ്ട്. കാലിക്കറ്റ് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാതയായത് കേട്ടോ. 9 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു. ആ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് KSRTCയിലുള്ള യാത്രയൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. വയനാടൊക്കെ ഞാൻ ആദ്യമായിട്ട് വരിക. കൊള്ളാം. കാഴ്ചകളൊക്കെ കണ്ട് കേട്ട് നമുക്ക് പോകാം. ഡ്രൈവിങ് അത്ര ഈസി ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഇവിടെ നല്ല വീതിയുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞാലുമേ സൂക്ഷിച്ച് വേണം പോകാൻ. വളഞ്ഞ് പുളിഞ്ഞ് അല്ലേ? കാലിക്കറ്റ് നിന്നും മൈസൂർ, ബാംഗ്ലൂർ ഇവിടേക്കൊക്കെ പോകാനുള്ളൊരു എളുപ്പ വഴിയായത്. കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാലിക്കറ്റ് ടൗണാണ് കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ ഒരു മിടുക്ക് അല്ലേ? പക്ഷെ ആ മിടുക്കിൻ്റെ പിന്നിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു ബുദ്ധിയും കൂടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഈ താമരശ്ശേരി ചുരം അവരുടെ ഒരു കച്ചവട മാർഗമായിട്ട് അവർ പണിഞ്ഞതാണ്. ഒരുപാട് അവർ ട്രൈ ചെയ്തിട്ട് അവർക്ക് നടക്കാതെ വന്നപ്പോൾ അവർ വയനാട്ടിലുള്ളൊരു ആദിവാസി യുവാവിൻ്റെ സഹായം തേടി. കരിന്തണ്ടൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. കണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഇവിടെ. ചങ്ങലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചങ്ങല നമുക്ക് കാണാൻ പറ്റും. ആ ബ്രിട്ടീഷ് എഞ്ചിനീയർ എന്നാ എടുത്തെന്നറിയോ? കാര്യസാധ്യം കഴിഞ്ഞപ്പോണ്ടല്ലോ ഇദ്ദേഹത്തെ അങ്ങ് കൊന്നു. എന്നിട്ട് കഥകളി പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ മന്ത്രവാദിയെ വിളിച്ചു. ഈ ഒരു ആൽമര ചുവട്ടിൽ തളച്ചു. ആ ചങ്ങലയൊക്കെ കാണാം. ലക്കിടിയാണ് കേട്ടോ ഈ സ്ഥലം. വയനാട് ജില്ലയിൽ എത്തി നമ്മൾ. വയനാട് ജില്ലയിൽ അതാണ് ഇന്നത്തെ കാഴ്ചകൾ. മുൻപ് നിന്ന് കാഴ്ച കാണാനുള്ള ഒരാളൂടെ ഉണ്ട്, നമ്മുടെ കണ്ടക്ടർ സാറ്.